ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ആണ്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരുടെയും എനർജി ആയിട്ട് ഇത് മാച്ച് ചെയ്യണമെന്നില്ല. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. മൈൻഡിൽ വേണ്ടാത്ത ചിന്തകളൊന്നും കേട്ടാതെ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ നോർമൽ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ ഒരു പേഴ്സണിന് ശരിക്കും പറഞ്ഞാൽ ഒരു കാമിക് ബോണ്ട് ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഫാമിലിയിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ ഒരു കാമിക്കുമായിട്ട് ഇയാൾ വളരെയധികം കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഇയാൾക്ക് ചിലപ്പോൾ ഇയാൾക്കുള്ളിൽ നിങ്ങളോട് നിങ്ങൾ വിചാരിച്ച തരത്തിലൊരു കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും അയാളത് വെളിയിലോട്ട് പ്രത്യേകിച്ച് കാണിക്കുന്നൊന്നുമില്ല. അതായത് ഈ ഒരു കാമിക്കിൻ്റെ ഒരു സംഭവം നിൽക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ ഒരുമിച്ചാണ്, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ തന്നെ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഇട്ടിട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നും ഇതൊരു പ്രോപ്പറായിട്ട് പോകുന്ന ഒരു റിലേഷൻ അല്ല. ഇതിലെപ്പോഴും ഇപ്പം കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ കൂടെ തന്നെ ചിലപ്പോൾ അടിയായിരിക്കാം. അങ്ങനെ നിങ്ങൾ തമ്മിൽ വളരെ സ്മൂത്തായിട്ടൊന്നും പോകുന്ന റിലേഷനും അല്ല. അപ്പോൾ പക്ഷേ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണക്ഷനിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ സംസാരിക്കുന്നുണ്ട്. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ യാതൊരു വിധ തരത്തിലും മറക്കാൻ പറ്റുന്നില്ല. അതായത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നിങ്ങൾ ഒരുമിച്ചൊക്കെ ആയിരുന്നു, അതായത് ചിലപ്പോൾ ഈ റിലേഷൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത സമയങ്ങളൊക്കെ അയാൾക്ക് വളരെയധികം ഹാപ്പിനെസ്സും അതുപോലെ തന്നെ അതൊക്കെ അയാൾക്ക് ഭയങ്കര എന്താ പറയുക, അയാൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കണക്ഷൻ ആ ഒരു സമയത്ത് നിങ്ങളോട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾ കംപ്ലീറ്റ്ലി വേറൊരാളാണ്. അയാൾ പഴയ പോലെയൊന്നും അല്ല. പക്ഷേ ഇയാൾക്ക് ഈ ഒരു മെമ്മറീസ് ഇയാളുടെ മൈൻഡിലോട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കണ്ണുകളായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ചിരിക്കുന്നൊരു, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ആ ഒരു സ്റ്റൈലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഒരു ബോഡിയിൽ, അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ്, എന്താ പറയുക, അങ്ങനെ നിങ്ങളോട് അട്രാക്റ്റഡ് ആയിട്ടുള്ള ഏതോ ചിലപ്പോൾ ചിരിയായിരിക്കാം, അല്ലെങ്കിൽ പല്ലുകളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലോടൊക്കെ ഇയാൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് അയാൾക്ക് അതൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ അയാളുടെ മൈൻഡിലോട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ മാറിപ്പോകാമെന്ന് ഓർക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ അയാൾ ഓർത്ത് വീണ്ടും അയാൾ നിങ്ങളിലേക്ക് തന്നെ കണക്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളിലോട്ടൊരു മാഗ്നറ്റിക് പുള്ളിങ് അയാൾക്കുണ്ട്. അപ്പോൾ എത്രയൊക്കെ അകന്നു പോയാലും അയാൾ ഈ ഒരു കാര്യം കൊണ്ട് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് അല്ല നിങ്ങളിലേക്ക് തന്നെ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, ഈ ഒരു പേഴ്സൺ നിങ്ങളോടത്ത് കാണിച്ച, അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഡെഫിനറ്റ്ലി നമ്മൾക്ക് അതിനുള്ള ഫലം കിട്ടിയിരിക്കുക, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അപ്പോൾ ഇപ്പോൾ ആ ഒരു സ്റ്റേജാണ് ഈ ഒരു പേഴ്സണ്. അയാൾ എന്തൊക്കെയാണോ കാണിച്ചിട്ടുള്ളത്, അത് നിങ്ങളുടെ അടുത്ത് മാത്രമല്ല അയാളുടെ ലൈഫിൽ എന്തൊക്കെയാണോ കാണിച്ചിട്ടുള്ളത് അതിനൊക്കെയുള്ള ആ ഒരു ഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പേഴ്സൻ്റെ അടുത്ത്. അപ്പോൾ മെയിൻലി കാമിക് ഉള്ള ആൾക്കാരാണ് കാമിക്കിൻ്റെ അടുത്ത് നിന്ന് നല്ലതായിട്ട് ഒരു കാര്യങ്ങളൊക്കെ കിട്ടി അയാൾ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു കാമിക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളിട്ടിട്ട് വേറെ ഒരു പേഴ്സൻ്റെ കൂടെ ആയിരിക്കും, അതല്ലെങ്കിൽ ഫാമിലി. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കാമിക് ബോണ്ട് എന്ന് പറയുമ്പോൾ വളരെ ഒരു ലൈഫ് ലോങ്ങിങ് ആയിട്ടുള്ളൊരു റിലേഷനൊന്നും അല്ല അത്.
കാര്യം എന്ന് വെച്ചാൽ അതങ്ങനെ പോയില്ല. അപ്പോൾ കാർമിക്കും കൂടെയാണ് അയാൾക്ക് ഭയങ്കര അധികം ഇറിറ്റേറ്റഡ് ആണ്. പിന്നെ അയാളുടെ സോൾ ലെവലിലോട്ടാണ് ഇപ്പോൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സോളുമായിട്ട് അയാൾക്ക് നല്ല രീതിയിലൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കൂടുതൽ അട്രാക്റ്റഡ് ആണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ട് അതൊരു കാർമിക് ആണെന്നൊന്നും അറിയില്ലായിരിക്കാം, പക്ഷേ അത് എനിക്കുള്ളതല്ല. അതല്ലെങ്കിൽ ഇപ്പോൾ പാർട്ട്ണർ ചിലപ്പോൾ കാർമിക്കായിരിക്കും, അതല്ല എങ്കിൽ ഫാമിലി വൈസ് ഉള്ള ഒക്കെ. അപ്പോൾ ഇത്രയും നാൾ അവർ പറഞ്ഞൊക്കെ ആയിരിക്കും കേട്ടിട്ടില്ല. അപ്പോൾ അയാൾക്കിപ്പോൾ ഒരു തിരിച്ചറിവൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു തിരിച്ചറിവും കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു പേഴ്സണിൽ. അപ്പോൾ നിങ്ങളോട് കൂടുതൽ നിങ്ങളോട് ഉണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ കുറേയൊക്കെ മനസ്സിലായി തുടങ്ങുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും ചിലപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ അത്ര സീരിയസ് ആയിട്ടൊന്നും ലൈഫിന് ഒരു കാര്യത്തിന് മേളിൽ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയും നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശരിക്കും അയാളുടെ മനസ്സിൽ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ അയാൾക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങളോട് ഒരു സഹതാപവും സ്നേഹവും ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. പക്ഷെ അത് ഇന്നോ നാളെയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ചിലപ്പോൾ ഒരു 2-3 മന്ത്സ് എടുക്കും. അതല്ല എങ്കിൽ വെച്ചാൽ അതിൻ്റെ ഒരു ടൈം അയാൾക്ക് എടുക്കും. കാരണം വെച്ചാൽ അയാൾ നിങ്ങളോട് വന്ന് പറയാൻ വേണ്ടി ഇപ്പോൾ തിരിച്ചറിവുകളുടെ സമയമാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഞാൻ ഒരാൾക്ക് എന്നോട് ഇഷ്ടമുണ്ട്, അതായത് നിങ്ങൾക്ക് അയാളോട് ഇഷ്ടമുള്ളത് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും അയാൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ അയാളുടെ കൂടെയുള്ള ആൾക്കാർ അയാളോട് എന്തൊക്കെ മിസ്റ്റേക്സ് ആണോ ചെയ്തിട്ടുള്ളത് അതിനെയും പറ്റി അയാൾ ചിന്തിച്ച്, അപ്പോൾ ആൾക്കാരെ അയാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഓരോ ലെസൺസ് ആണെന്നൊക്കെ ഒരു മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്, ആരൊക്കെയാണ് എനിക്ക് പ്രശ്നം ഉണ്ടാക്കി തന്നിട്ടുള്ളത് എന്നൊക്കെ ചിന്തിക്കുകയാണ് അയാൾ. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും അയാൾ ഇങ്ങനെ ആലോചിച്ച് നല്ലതും ചീത്തയൊക്കെ വേർതിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി അയാളിലേക്ക് നല്ലതുപോലെ ചെല്ലുന്നത് കൊണ്ടും ഈ ഒരു എനർജീനെ അയാൾ വളരെയധികം ഉള്ളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് കൊണ്ടും ഈ ഒരു എനർജിയിൽ അയാൾക്ക് വളരെയധികം കാംനെസ്സും നല്ലൊരു സന്തോഷമൊക്കെ കിട്ടിയിട്ടുള്ളതൊക്കെ കൊണ്ട് തന്നെ അയാൾ നിങ്ങളോട് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള രീതിയിലൊക്കെ ഒരു അട്രാക്ഷൻ ആൻഡ് ഫീലിങ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു വ്യക്തിക്ക്. അപ്പോൾ ഇയാളുടെ ജീവിതത്തിൽ ഇയാൾക്ക് ആഗ്രഹമുള്ളതും ഇയാൾക്ക് ഇഷ്ടമുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ചൂസ് ചെയ്ത് അതിൻ്റെ പുറകെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അയാൾ എപ്പോഴും നിങ്ങളിലേക്കാണ്. ലാസ്റ്റ് എന്തൊക്കെ അയാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും അയാളുടെ നോട്ടവും അയാളുടെ ആ ഒരു ഫീലിങ്സും ഇമോഷൻസും ഒക്കെ നിങ്ങളിലോട്ട് തന്നെയാണ് വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പോൾ എത്രയൊക്കെ നല്ലൊരു ലൈഫിലും നല്ല ഒരു കാര്യത്തിലോട്ട് പോയാലും എപ്പോഴും അയാളുടെ മൈൻഡ് നിങ്ങളിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ പറയുന്ന പോലെ ഒരു സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സണ് നിങ്ങളെ വിട്ടിട്ട് പോകാൻ പറ്റാത്തൊരു എനർജി ഉള്ളത്. അപ്പോൾ ജീവിതത്തിലെ ഏത് സ്ഥലത്ത് അയാൾ ഇനി പോയാലും അയാൾക്ക് എപ്പോഴും നിങ്ങളോട് ആ ഒരു അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും അതേപോലെ നിങ്ങളുടെ വിചാരം എപ്പോഴും അയാളുടെ മൈൻഡിലുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ലായിരിക്കാം, എങ്കിൽ കൂടെയും ആ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ വിചാരം ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ എന്ത് തന്നെ കിട്ടിയാലും അയാൾ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കണമെന്നില്ല, പക്ഷേ എപ്പോഴും നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ വിചാരം തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ മൈൻഡിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ വന്നാലും ചീത്ത കാര്യങ്ങൾ വന്നാലും എപ്പോഴും അപ്പോൾ നല്ല കാര്യങ്ങൾ ചിലപ്പോൾ വരുമ്പോഴായിരിക്കും നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളെ ഇട്ടിട്ട് അയാൾ പോകുന്നത്. പക്ഷേ പെട്ടെന്നൊരു ചീത്തയായിട്ടുള്ളൊരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് അയാൾ നിങ്ങളിലോട്ടാണ് അയാളുടെ മൈൻഡ് വരുന്നത്. അത് കാരണം വെച്ചാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു പോസിറ്റീവ് എനർജിയുടെ ആ ഒരു സോളിന് അറിയാവുന്നത് കൊണ്ടാണ്, സോള് തന്നെയാണ് ഇയാളെ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, നിങ്ങളൊരു നോ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അയാൾക്ക് വേണ്ടപ്പോൾ അയാൾ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ കുറേ നാളത്തെ ഒരു ഗ്യാപ്പുകൾ കഴിഞ്ഞിട്ട് ഒരു ഹായ് ഹലോ ഒരു മെസ്സേജ് വരിക, അല്ലെങ്കിൽ കുറച്ച് നേരം സംസാരിക്കുക. അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള ആൾക്കാർ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ഒരു 100,000 മെസ്സേജ് ചെയ്താലും നോക്കത്തുമില്ല എടുക്കത്തുമില്ല, പക്ഷെ ഒരു ടൈം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഉടനെ നിങ്ങൾ വളരെ സന്തോഷത്തിലാണ്, നിങ്ങൾ ഇത്രയും നാളുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മറന്ന് നിങ്ങൾ പിന്നെ കംപ്ലീറ്റ്ലി അയാളിലേക്ക്
മോഡിലേക്ക് ആയി പോകും. അത് ഒരു ട്വിൻ ഫ്ലെയിം എനർജിയുടെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. പക്ഷേ ഇത് ട്വിൻ ഫ്ലെയിം അല്ല, ഇതൊരു സോൾവേഴ്സ് കണക്ഷൻ ആണ്. അപ്പോൾ ട്വിൻ സോൾസ് അങ്ങനെയാണ്. കുറേ നാളത്തെ ഒരു മിണ്ടാട്ടം ഒന്നും ഉണ്ടാവാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മാസ്കുലിൻ ഇങ്ങോട്ട് മെസ്സേജ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും മറന്നു പോകും. അത് ബൗണ്ടറി സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഇപ്പോൾ അയാളുടെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ അയാൾ കാണുമോ സംസാരിക്കും എന്തും ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക എപ്പോഴായാലും അയാൾ കോൺടാക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് യാതൊരുവിധ പ്രോബ്ലം ഇല്ല എന്നൊരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തികളോടും, ഈവൻ നമ്മുടെ മക്കളായാലും അച്ഛനായാലും അമ്മയായാലും എല്ലാവരുമായിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് മക്കളൊക്കെ കാണിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തകർന്ന് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പ്രതീക്ഷകളും അല്ലെങ്കിൽ എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ മോൻ അങ്ങനെ ആവണം എന്നൊന്നും നമ്മൾ അങ്ങോട്ട് ആഗ്രഹിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോയിക്കോട്ടെ. അവർ വന്നിരിക്കുന്ന ഓരോ സോൾസിനും ഓരോ പേർപ്പസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ആഗ്രഹം നമ്മൾ ആസ് എ ഹ്യൂമൻ നമ്മുടെ സോളിന് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് നമ്മൾ കൊടുക്കുക. മക്കൾക്കും ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, അതായത് ചീത്ത കൂട്ടുകെട്ടിലോട്ട് പോകുന്ന കാര്യമല്ല പറയുന്നത്, അല്ലാതെ ഇപ്പോൾ പഠിത്ത കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹം നമുക്കെങ്കിലും മക്കൾക്ക് വേറെതാണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ആവണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. അവർക്കും അവർ ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ അവരുടെ സോൾ പേർപ്പസിൻ്റെ ഇതിൽപ്പെടുന്നതായിരിക്കാം അവർ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പിടിച്ചു വലിച്ച്, അപ്പോൾ നമുക്ക് ഉള്ളിലൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ആഗ്രഹം, ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് വെച്ച് കഴിഞ്ഞാലാണ് മക്കൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന രീതിയിലല്ലാതെ അവർ വേറെ ഏതെങ്കിലും കോഴ്സ് ചൂസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വളരെ അധികം സങ്കടവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്ന ഒരു കാര്യങ്ങളത് മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ പേഴ്സണുമായിട്ട് നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് വലിയ തരത്തിൽ ഒരു എന്താ പറയുക, ഒരു അറ്റാച്ച്മെൻറ്റ്, നിങ്ങളീ പറയുന്ന പോലെ അങ്ങനെ മക്കൾക്ക് അല്ലെങ്കിൽ ഹസ്ബൻഡിനും അച്ഛനും അമ്മയ്ക്കൊക്കെ ചോറ് കൊടുക്കണം, ഫുഡ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻ്റ് അല്ല ഇത്. നമ്മുടെ സോളിലും വന്നിരിക്കുന്ന എല്ലാവരും ഓരോ സോൾസായിട്ടാണ്. ഓരോ സോൾസിനും ഈ ലോകത്ത് വന്നിരിക്കുന്നത് ഓരോ പേർപ്പസാണ്. അത് നമ്മൾ എന്തൊക്കെ പിടിച്ച് വലിച്ച് മാറ്റി നമ്മുടെ ആംഗിളിൽ കൊണ്ടുപോകാൻ നിന്ന് കഴിഞ്ഞാലും അത് വരില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പേർപ്പസ് അത് കംപ്ലീറ്റ് ആണ്. ഈ ഭൂമിയിൽ വന്നതിന് വേണ്ടി ഓരോ ഉദ്ദേശമുണ്ട്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവരുടെ സോൾ ആ ലെവലിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലും ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ വളരെയധികം സന്തോഷിക്കും, എടുക്കുകയൊന്നും ചെയ്യേണ്ട. കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക. നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ വരുമ്പോൾ ചിലപ്പോൾ വഴക്കുണ്ടാകും, അടിയുണ്ടാകും, ചീത്തയുണ്ടാകാം, ചീത്ത പറച്ചിലും കാര്യങ്ങളും. ഇപ്പം തന്നെ നമ്മൾ ഇപ്പോൾ കുറേ നാൾ സംസാരിക്കാതിരിക്കുന്ന നമ്മുടെ ഹസ്ബൻഡോ വൈഫോ ആരായാലും ബോയ് ഫ്രണ്ട് ആരെങ്കിലുമൊക്കെ തിരിച്ച് ചിലപ്പോൾ വേറെ റിലേഷൻഷിപ്പിലായിരിക്കും തിരിച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വളരെ നല്ലതുപോലെ ചീത്ത വിളിക്കുക, അടിയുണ്ടാക്കി, അല്ലെങ്കിൽ അവരെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ അവരുടെ ലൈഫ് പേർപ്പസ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരെയൊക്കെ മനുഷ്യന്മാരെന്ന രീതിയിൽ മാറ്റൊരു സോളായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എല്ലാ കേസിലും. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ട്രിഗറിങ് കാര്യം തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കുക. പിന്നെ നമ്മൾ ആ ഒരു എനർജിയിലോട്ട് വീണ്ടും നമ്മൾ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അവർ വരുവാണെങ്കിൽ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് നമ്മൾ എങ്കിലും മാത്രമേ നമുക്കൊരു സമാധാനവും കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത് തന്നെയാണ് പറയേണ്ടത്. നല്ല ഹെൽത്തി ആയിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ആ ഒരു പേഴ്സൻ്റെ ഹീലിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒരു നോർമൽ ഹ്യൂമൻ ബീനായി, അപ്പോൾ ഒരു സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ട് ഇതെപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നാണക്കേടും മാനക്കേടും ഒക്കെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുമൊക്കെ ഒരു പ്രശ്നമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത്. പിന്നെ ഒരുപാട് സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഈ ഒരു എനർജി എന്ന് വെച്ചാൽ അത്ര വലിയ നല്ലൊരു എനർജി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മളൊരാൾ എത്രത്തോളം മോശക്കാരായിട്ട് നമ്മൾ നോർമൽ രീതിയിൽ പറയുന്നു അതേപോലത്തെ ഒരു എനർജിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലംസ് ഈ ഒരു പേഴ്സണ് കാണുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചെയ്തിട്ടുള്ളതിനൊക്കെ ഇയാൾക്ക് തിരിച്ചടിയും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കിട്ടുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു സോൾ ലെവൽ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയും അയാൾ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾ നല്ലൊരു രീതിയിലൊരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര വളരെ സമാധാനം, വളരെ കെയറിങ്ങും ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വളരെ ഇഷ്ടവും നല്ല ഡീപ്പായിട്ടുള്ളൊരു ഇഷ്ടവും അൺകണ്ടീഷണലി
ലവും ഒക്കെ ഉള്ളൊരു പേഴ്സണാണ്. അപ്പോൾ അതൊക്കെ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അയാളുടെ ജീവിതത്തിൽ അതായത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും അയാളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷം പിന്നെ അയാൾക്ക് നിങ്ങൾ നല്ല രീതിയിൽ ഒരു കോൺഫിഡൻറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടും വളരെ നല്ലൊരു മദർലി നേച്ചർ, അതായത് ഇപ്പോൾ ഒരു ഫെമിനൻ ഒരു എനർജി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ജെൻഡർ വൈസ് അല്ല, ഇപ്പോൾ ആണായാലും പെണ്ണായാലും എല്ലാവരുടെ ഉള്ളിലൊരു ഫെമിനൻ എനർജി ഉണ്ട്. അപ്പോൾ ആ ഒരു എനർജി കുറച്ച് കൂടുതൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരു മദർലി അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ ഒരു സ്നേഹവും അങ്ങനെ വെച്ചാൽ അങ്ങനെ ഒരു കെയറിങ് അയാൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു പേഴ്സണ് നിങ്ങളിൽ നിന്ന്. അപ്പോൾ അതൊക്കെ കൊണ്ട് നിങ്ങളെ അയാൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു എനർജി അയാൾക്ക് എവിടെ ചെന്നാലും അയാൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും നിങ്ങളല്ല എല്ലാവരും നിങ്ങൾ കാണിക്കുന്ന പോലെ ഒന്നും എല്ലാവരും കാണിക്കുന്നില്ല ആ ഒരു പേഴ്സൻ്റെ അടുത്ത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിയിലൊരു ചായ്വുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അയാൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ പോവും എന്നൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഫാമിലിയുടെ അടുത്തോ ഇല്ല എനിക്ക് കുഴപ്പമില്ല, ഐ എം ഓക്കെ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കണം. ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി അയാളോടുള്ള ആ ഒരു ഇഷ്ടത്തിൽ നിങ്ങൾ കെട്ടി മുറുകി നിൽക്കുകയാണ്. നിങ്ങൾ ആ ഒരു കെട്ട് അഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ പോകത്തുള്ളൂ. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇല്ല പ്രശ്നമില്ല എന്നൊക്കെ കാണിക്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഉള്ളുകൊണ്ട് നിങ്ങൾ ഒട്ടും മാറിയിട്ടില്ല. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും അയാളോടുള്ളൊരു സ്നേഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക, നിങ്ങൾ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒക്കെ മാറുക. അയാൾ വരുന്നെങ്കിൽ വരട്ടെ, നിങ്ങൾക്ക് എന്താണോ അപ്പോൾ തോന്നുന്നത് അതേപോലെ ആ ഒരു എനർജീനെ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കുക, അതല്ല എങ്കിൽ നിങ്ങൾ കളയുക. അപ്പോൾ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കെട്ടിൽ നിങ്ങൾ മുറുകി നിൽക്കരുത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസും നിങ്ങളുടെ ഇന്നർ വോയിസും ഒക്കെ എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലീസ് ഫ്രണ്ട്സൊക്കെ പറയുന്നത് പോലെ കേട്ട് നിങ്ങൾ നല്ലൊരു രീതിയിലോട്ട് പോകുക. അതല്ലാതെ ഈ ഒരു പേഴ്സൺ കാണിച്ചതും എടുത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തും പഴയ മെമ്മറീസിലൊന്നും നിങ്ങൾ വിഷമിച്ചിരിക്കാതെ. ഇപ്പോൾ വെളിയിലൊക്കെ പോകുമ്പോഴും ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ വളരെ സന്തോഷത്തിലായിരിക്കും. പക്ഷെ തിരിച്ച് വീട്ടിൽ വന്ന് രാത്രിയിലൊക്കെ ആയിരിക്കാം ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിക്കും കരയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം എനിക്ക് പ്രോബ്ലം ഇല്ല എന്ന് പറയുന്നു, പക്ഷേ ഉള്ളിൽ നിങ്ങൾ നീറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കെട്ടുകളൊക്കെ വിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് വെളിയിലോട്ട് വരാനാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് വലിയ നല്ല നല്ല ഐഡിയാസും ആരെയും അതായത് ഒന്നിനോടും പേടിയില്ല, എല്ലാം വളരെ ബോൾഡായിട്ടും സ്ട്രോങ് ആയിട്ടും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല ചുറുചുറുക്കോട് കൂടെ ഓടി നടക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. അപ്പോൾ ഈ ഒരു പേഴ്സണായിട്ടുള്ള ഒരു ഇഷ്ടത്തിലും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ നിൽക്കുമ്പോൾ അയാൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എല്ലാം മറന്ന് നിങ്ങൾ ഭയങ്കരമായിട്ടും സന്തോഷിക്കുന്ന, എന്താ പറയുക, ഭയങ്കര കൊച്ചുകുട്ടി പിള്ളേരെ പോലെ ഓടിച്ചാടി നടക്കുക, അത്രയ്ക്കും ഒരു സന്തോഷമാണ് നിങ്ങളുടെ ഉള്ളിൽ മൈൻഡിൽ ഉള്ളത് ഈ ഒരു വ്യക്തി വരുമ്പോൾ. അപ്പോൾ ആ ഒരു എനർജിയൊക്കെ നിങ്ങൾക്ക് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താ പറയുക, ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു സാധനം കിട്ടുമ്പോൾ എത്രത്തോളം ഹാപ്പിനെസ് ആണ് ആ ഒരു പേഴ്സണുള്ളത്, അതേപോലെ തന്നെയാണ് നിങ്ങളുടെ എനർജി ആ ഒരു പേഴ്സൻ്റെ അടുത്ത് എത്തുമ്പോൾ. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയ്ക്ക് അറ്റാച്ച്ഡാണ് ആ ഒരു പേഴ്സണിൽ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കെമിസ്ട്രി തന്നെയായിരിക്കാം ആ ഒരു പേഴ്സൺ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയാളുടെ മൈൻഡിലും ഉണ്ട്, അയാൾക്കും ഇത് കളയാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നിങ്ങളൊരു ഈ ഒരു റിലേഷൻഷിപ്പിൽ അതൊരു പോസിറ്റീവ് കാര്യമാണ്. നിങ്ങളുടെ ആ ഒരു എനർജി ഭയങ്കര പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. അതാണ് അയാളെ ഇങ്ങോട്ട് ഒരു മാഗ്നറ്റ് പോലെ ആ ഒരു എനർജി നിന്നിട്ടാണ് അയാളെ ഇങ്ങ് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അത് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സൺ ഇല്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ്സും ഇല്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ, ഇപ്പം ഞാനിക്കില്ല എന്ന് പറയുമെങ്കിലും ഉള്ളിൽ നിങ്ങൾക്കുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ മാറി ഒരാളിൽ ഡിപ്പെൻഡ് ചെയ്ത് അല്ല എൻ്റെ ഹാപ്പിനെസ്സും കാര്യങ്ങളും ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ ഹാപ്പിനെസ് ഞാൻ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഞാൻ തന്നെയാണ് എൻ്റെ സോളിനെ ഇതാക്കേണ്ടതെന്ന് എന്നൊരു ബോധത്തിൽ നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി നിങ്ങൾ തന്നെ നിങ്ങളുടെ സന്തോഷം കണ്ടെത്താനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതല്ലാതെ ആ ഒരു എനർജിയിൽ ട്രാപ്പ് ചെയ്ത് നിൽക്കാനല്ല. അപ്പോൾ നിങ്ങൾ വിഷമിക്കുന്ന വേറൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സണിൻ്റെ ഗ്രോത്തിൽ എല്ലാത്തിലും നിങ്ങളാണ് സപ്പോർട്ട് ചെയ്ത് ഈ ഒരു പേഴ്സണെ ഫിനാൻഷ്യലിയും അതല്ലാതെ അയാൾ ഇമോഷണലി ഒക്കെ നിങ്ങൾ ഒരുപാട് നല്ലൊരു രീതിയിലോട്ട്
കൈപിടിച്ച് നിങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അയാളുടെ ഓരോ ചേഞ്ചസും നമ്മൾ ചെടി നടന്നതുപോലെ നിങ്ങൾ നോക്കി നിന്നാണ് അതിന് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് നിങ്ങൾ വളർത്തിയെടുത്തത്. പക്ഷേ അത് നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്കൊരു ബെനിഫിറ്റും കിട്ടിയില്ല, അതല്ലെങ്കിൽ അയാൾ തിരിച്ച് നിങ്ങളോട് സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, അത് അയാളുടെ സോൾ പേർപ്പസും അയാളുടെ കാര്യങ്ങളൊക്കെ അയാൾക്ക് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങളിലോട്ട് അയാൾക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അയാൾക്ക് കാർമിക്കിൽ നിന്ന് കിട്ടുന്ന അടികൾ കിട്ടണം. അങ്ങനെ എല്ലാ തരത്തിലും അയാൾ ഓരോരോ അടികൾ കിട്ടിയാൽ മാത്രമേ അയാളുടെ സോളിൻ്റെ പർപ്പസ് എന്താണോ, അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നേണ്ടായിരിക്കാം ആ ഒരു സോൾ പേർപ്പസ്. അപ്പോൾ ആ സോൾ പേർപ്പസിൽ എത്താൻ വേണ്ടി അയാൾ ഓരോ അടികളും ഏറ്റുവാങ്ങുക തന്നെ ചെയ്യണം. അപ്പോൾ ഇത് പെട്ടെന്ന് ഇന്നോ നാളെയോ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ അയാൾ തിരിച്ചു വന്ന് നല്ല രീതിയിലാവാന്നല്ല, അയാൾക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം കിട്ടി ഗ്രാജുവലി പതുക്കെ അയാൾ നിങ്ങളിലേക്ക് തന്നെ വരും. അത് കിട്ടേണ്ടതൊക്കെ ഇപ്പം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടാതിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, അയാൾ ചെയ്തിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും അയാൾക്ക് അയാളുടെ കാർമിക്കിൽ നിന്ന് കിട്ടണം, അതുപോലെ തന്നെ ഓരോ സ്ഥലത്തു നിന്നും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ വരും. പക്ഷെ വരുന്നതെന്ന് വെച്ചാൽ ഇന്നോ പെട്ടെന്നൊരു ദിവസം കൊണ്ട് അങ്ങ് ഉയർത്തെഴുന്നേറ്റ് വരുമെന്നല്ല പറയുന്നത്. അയാളുടെ കാർമിക കാര്യങ്ങളൊക്കെ അയാൾ അനുഭവിച്ചിട്ട് ക്ലിയറായിട്ട് നല്ലൊരു സോളായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ള വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ അയാൾ കാണുന്നില്ല, നിങ്ങൾ വിളിക്കുന്നില്ല എന്നൊക്കെ ഒരു സ്ട്രഗ്ലിങ് ആ പീരീഡ്, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ അയാൾ തിരിച്ച് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അയാൾക്ക് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനോടൊരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്, ഒരു സോൾ കണക്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ അയാൾക്കൊരു അറ്റാച്ച്മെൻറ്റ് വലിച്ചിലുണ്ട് ഇങ്ങോട്ട്. പക്ഷേ അയാൾ എവിടെയാണോ നിൽക്കുന്നത് അപ്പോൾ അവിടെ അയാൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പക്ഷേ രണ്ടും രണ്ട് തരത്തിലാണെന്ന് മാത്രം. നിങ്ങൾക്ക് അയാളോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനത്തെ ഒരു ഇതാണെങ്കിൽ അയാൾ അവിടെ നിൽക്കുന്ന സ്ഥലത്ത് ഫിനാൻഷ്യലിയും ഇമോഷണലി എല്ലാ തരത്തിലും അയാൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരുടെയും അപ്പോൾ ഒരു സോൾ നിങ്ങൾ തമ്മിൽ മെർജ് ചെയ്യാനുള്ള ആ ഒരു ഇതിന് വേണ്ടിയാണ് യൂണിവേഴ്സ് അങ്ങനത്തെ ഒരു എനർജി കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് ഇമോഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സോൾ കണക്ഷൻ, നല്ല രീതിയിലുള്ളൊരു സോൾ കണക്ഷൻ തന്നെ, ഒരു സോൾമേറ്റ് കണക്ഷനാണ്. അതുകൊണ്ടാണ് രണ്ടുപേരും ഒരേപോലെ ഫീലിങ്സൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി എവിടാണോ നിൽക്കുന്നത് അവിടെ നിന്നും ഇയാൾ കംപ്ലീറ്റ്ലി തകർന്ന് തരിപ്പണമായിട്ട് മാറാനുള്ള എല്ലാ എനർജീസും അവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി അവിടുന്ന് എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് തിരിച്ച് അയാൾ എത്ര ഉയരങ്ങളിൽ പോയി അവിടെ നിന്നൊക്കെ അയാൾ താഴേക്ക് വീഴും. കാരണം വെച്ചാൽ അയാൾ ചെയ്തിരിക്കുന്ന ഓരോ പാപങ്ങൾക്കുമുള്ള ലെസൺസ് അല്ലെങ്കിൽ ഒരു ഫലം അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അയാളുടെ ജീവിതത്തിൽ അയാൾ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ശരിക്കും ഒരു ഇമോഷണലിയും മെൻ്റലിയും ഒക്കെ അയാൾ വല്ലാത്തൊരു തകർച്ചയിൽ കൂടെയൊക്കെ പോകും. അപ്പോൾ ഒരു ജീവിതത്തിലൊരു അവേക്കനിങ്ങും, അത് സ്പിരിച്വൽ അവേക്കനിങ് കാര്യങ്ങളൊക്കെ അയാളുടെ ജീവിതത്തിൽ നടക്കും. അങ്ങനെ അയാളുടെ നിങ്ങളുടെ അതായത് നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ആയതുകൊണ്ട് നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ്. ഇപ്പോൾ തന്നെ അയാൾക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എനർജി അയാൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ തിരിച്ച് നിങ്ങളുടെ അടുത്തോട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ വരുന്നതാണ്. ബിക്കോസ് ഇതൊരു സോൾ കോൺടാക്റ്റ് ആണ്, ഒരു സോൾ കണക്ഷൻ ആണ്. അപ്പോൾ എന്തായാലും അയാൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നേ പറ്റുള്ളൂ. അപ്പോൾ അയാളുടെ സോൾ പേർപ്പസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ല ഡെപ്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ തന്നെ കാണുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എനർജീനെ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു എനർജീനെ ചൂസ് ചെയ്യും. അതല്ലെങ്കിൽ ആ ഒരു വ്യക്തി വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോർ ക്ലോസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ചൂസ് ചെയ്ത് പോകാം. അപ്പോൾ എത്രയൊക്കെ ചെയ്താലും യൂണിവേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് ഈ ഒരു എനർജിയിൽ അതുപോലെ വരത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ച് കോൺടാക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.